നമസ്കാരം. ഇന്നത്തെ തനിനാടൻ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് എൽദു സണ്ണി. വിലപ്പെട്ട 8 ജീവനുകൾ പൊലിഞ്ഞ 2 അപകടങ്ങളാണ് ഇന്ന് കേരളത്തെ പിടിച്ചുലച്ചത്. പാലക്കാട് നിയന്ത്രണം വിട്ട ലോറിയിടിച്ച് 4 വിദ്യാർത്ഥികളും L&T ബൈപ്പാസിൽ കാറും വാനും കൂട്ടിയിടിച്ച് 3 തിരുവല്ല സ്വദേശികളും മരിച്ചു. പാലക്കാട് എതിരെ വന്ന മറ്റൊരു ലോറി സിമന്റ് ലോറിയിൽ തട്ടിയതാണ് പാലക്കാട്ടെ അപകടത്തിന് കാരണം. പാലക്കാട് ഭാഗത്തുനിന്ന് മണ്ണാർക്കാട് ഭാഗത്തേക്ക് സിമന്റുമായി വരികയായിരുന്നു ലോറി. മണ്ണാർക്കാട് ഭാഗത്തു നിന്ന് വന്ന് ലോറി നിയന്ത്രണം വിട്ട് പാലക്കാട്ട് ഭാഗത്തോട്ട് പോകുന്ന സിമന്റ് ലോറിയിൽ തട്ടിയാണ് ഈ അപകടമുണ്ടായത്. അപകടത്തിൽ 4 സ്കൂൾ വിദ്യാർത്ഥിനികളാണ് മരണമടഞ്ഞത്. ഈ അപകടം അത്യന്തം ദൗർഭാഗ്യകരമാണെന്നും അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ പറഞ്ഞു. സ്കൂൾ കുട്ടികളുടെ മരണത്തിൽ നാട്ടുകാർ പ്രദേശത്ത് പ്രതിഷേധിച്ചു. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിന് പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ഈ സ്ഥലം സ്ഥിരം അപകട കേന്ദ്രമാണെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. തുടർ അപകടങ്ങൾക്ക് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രദേശവാസികൾ വാഹനങ്ങൾ തടയുകയും ചെയ്തു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് 2029 വരുമോ? ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. സമഗ്ര ബിൽ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ തന്നെ കൊണ്ടുവരുമെന്നാണ് വിവരം. റഷ്യയുടെ സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ട് US നിർമ്മിത സൂപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് യുക്രൈൻ റഷ്യയെ ആക്രമിച്ചു. എന്നാൽ റഷ്യ 6 മിസൈലുകളും വെടിവെച്ച് വീഴ്ത്തിയെന്ന് അറിയിച്ചു. മധ്യദൂര ഹൈപ്പർസോണിക് മിസൈൽ ഓർഷ്നിക് കൊണ്ട് യുക്രൈന് തിരിച്ചടി നൽകുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകി. US ബ്രിട്ടീഷ് ദീർഘദൂര മിസൈലുകൾ യുക്രൈൻ സൈന്യം നവംബർ 19 ആദ്യം റഷ്യയ്ക്ക് നേരെ ഉപയോഗിച്ചത്. ഇതിന് തിരിച്ചടിയായി നവംബർ 21 മധ്യദൂര മിസൈൽ ഉപയോഗിച്ച് റഷ്യ തിരിച്ചടിച്ചിരുന്നു. ഗാസയിൽ വീണ്ടും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. ഗാസയിൽ വിവിധ ഇടങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ കുട്ടികളും സ്ത്രീകളുമടക്കം 38ഓളം പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു. വടക്കൻ ഗാസയിലെ ബെയ്ത് ലാഹിയിലെ പാർപ്പിട സമുച്ചയത്തിലുണ്ടായ ബോംബിങ്ങിലാണ് 22 പേരോളം മരണപ്പെട്ടത്. അതിനിടയിൽ ഹമാസ് തീവ്രവാദ സംഘടനയും ഹിസ്ബുള്ളയുടെ വഴിയിലേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ട്. ഖത്തറും ഈജിപ്തും മധ്യസ്ഥന്മാരായി നടത്തുന്ന വെടിനിർത്തൽ നിർദ്ദേശങ്ങളോട് അനുകൂലമായ നിലപാടാണ് ഹമാസ് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് അന്തർദേശീയ മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേൽ മുന്നോട്ട് വച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എല്ലാം തന്നെ ഹമാസ് അംഗീകരിച്ചു എന്നാണ് വാൾ സ്ട്രീറ്റ് ജേണൽ പറയുന്നത്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെടിനിർത്തൽ കരാർ നിലവിൽ വന്നാലും ഗാസയിൽ ഇസ്രായേൽ സേന തുടരും എന്നതാണ്. ഇസ്രായേൽ ഗാസ അതിർത്തിയിലുള്ള ഫിലാഡൽഫി ഇടനാഴിയിലും മധ്യ ഗാസയിലുള്ള നൽസരീം ഇടനാഴിയിലുമായിരിക്കും ഇസ്രായേൽ സേന തുടരുക. കൂടാതെ ഈജിപ്റ്റ് ഗാസ അതിർത്തിയിലുള്ള റാഫയിൽ നിന്ന് ഹമാസ് പിൻവാങ്ങണമെന്ന ഇസ്രായേലിൻ്റെ ആവശ്യവും ഹമാസ് അംഗീകരിച്ചിട്ടുണ്ട്. കൂടാതെ തങ്ങളുടെ കൈവശമുള്ള ബന്ദികളുടെ പട്ടികയും ഹമാസ് ഈജിപ്റ്റ് പ്രതിനിധികൾക്ക് കൈമാറിയിട്ടുണ്ട്. എന്നാൽ ഈ പട്ടികയുടെ വിശദാംശങ്ങൾ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. ഹമാസ് പട്ടികയിൽ തടവിൽ കഴിയുന്ന ജൂത അമേരിക്കൻ പൗരന്മാരും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ബന്ദികളെ ഹമാസ് വിട്ടയച്ചതിനു ശേഷം മാത്രമേ വെടിനിർത്തൽ കരാറിന് പ്രാബല്യമുണ്ടാകൂ എന്നാണ് ഇസ്രായേലിൻ്റെ നിലപാട്. കൂടാതെ ഹമാസ് ആദ്യം വൃദ്ധരായവരെയും സ്ത്രീകളെയും കുട്ടികളെയും രോഗികളെയും വിട്ടയക്കണം. ഇതിനു പകരം ഇസ്രായേലിൻ്റെ പക്കലുള്ള ഹമാസ് പ്രവർത്തകരെ വിട്ടയക്കാമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. എന്നാൽ എത്ര ഹമാസ് പ്രവർത്തകരെ വിട്ടയക്കുമെന്ന് ഇസ്രായേൽ ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. ബന്ദികളെ വിട്ടയക്കുന്ന മുറയ്ക്ക് ഗാസയിലെ ജനങ്ങൾക്ക് നൽകുന്ന സഹായത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുമെന്നും ഇസ്രായേൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം UK സറേ കൗണ്ടിയിൽ വോക്കിങ്ങിൽ കൊല്ലപ്പെട്ട സെറ എന്ന 10 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അച്ഛനും രണ്ടാനമ്മയും കുറ്റക്കാരെന്ന് UK കോടതി കണ്ടെത്തി. ശരീരം നിറയെ മുറിവുകളുമായാണ് സെറയുടെ മൃതദേഹം കണ്ടെത്തിയത്. പിതാവ് പാകിസ്ഥാൻ സ്വദേശിയായ ഇർഫാൻ ഷെരീഫ്, രണ്ടാനമ്മ ബിനോഷ് ബട്ടൂൽ എന്നിവരാണ് മരണത്തിന് ഉത്തരവാദികളെന്ന് കോടതി കണ്ടെത്തി. സെറയുടെ അമ്മാവനായ ഫൈസൽ മാലിക്കിനും കുട്ടിയുടെ മരണത്തിന് കൂട്ടുനിന്നുവെന്നും കോടതി കണ്ടെത്തി.
വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വാർത്താ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. താങ്ക് യു.